എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി അങ്ങോട്ട് പരീക്ഷയുടെ കാലമാണല്ലേ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, KAS, 10th ലെവൽ, 12th ലെവൽ, അങ്ങനെ പല പല എക്സാംസ്. അപ്പം എല്ലാ എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പുതിയ നിയമനങ്ങൾ അല്ലെങ്കിൽ പദവികൾ. അപ്പം അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പദവികൾ ഇനി നമുക്ക് പഠിക്കാം. ആരൊക്കെയാണ് ആ പദവികളിലുള്ളത് എന്ന് പഠിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ചെറിയ റിക്വസ്റ്റ്: വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്നാണ്? സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. തെറ്റരുത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യൻ ആണ്. വി രാമസുബ്രഹ്മണ്യൻ. അറിയാമല്ലോ മനുഷ്യാവകാശം, വിവരാവകാശ കമ്മീഷനുകളുടെ പ്രാധാന്യം എന്താണെന്ന്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോൾ പഠിക്കുക. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ആണ്. അപ്പം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ ആണ്. അടുത്തത് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. അപ്പം ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. പഠിക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യൻ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ, വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. അടുത്തത് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന ആണ്. കിഷോർ മക്വാന. അടുത്തത് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ആരാണ്? അന്തർ സിംഗ് ആര്യ. അടുത്തത് പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ്. ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ. അപ്പോൾ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴേ പഠിച്ചു പോണേ, കിഷോർ മക്വാന. അടുത്തത് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. അടുത്തത് പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ്. അടുത്തത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ്? അരവിന്ദ് പനഗരിയാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അരവിന്ദ് പനഗരിയ. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? AS രാജീവാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. അടുത്തത് അറ്റോർണി ജനറൽ R വെങ്കിട്ട രമണി. ആരാണ്? R വെങ്കിട്ട രമണി. അടുത്തത് സോളിസിറ്റർ ജനറൽ ആരാണെന്നാണ്? തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. അടുത്ത ചോദ്യം, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനുങ്കോയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. പ്രിയങ്ക കനുങ്കോ. അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആരാണ്? സഞ്ജയ് മൂർത്തിയാണ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഗവർണർ. അടുത്തത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അപ്പം ഇത്രയും ചോദ്യങ്ങളല്ല, ഇനിയുമുണ്ട് പദവികൾ ഇന്ത്യയിലെ പഠിക്കാനുള്ളത്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം മനസ്സിലായി, എല്ലാവരും വീഡിയോയുടെ കൂടെ തന്നെ പഠിച്ച് എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇത് കേട്ട് വീണ്ടും വീണ്ടും പഠിക്കുക. അപ്പം താങ്ക്